ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജിപ്പോഡ്. ഒരു പക്ഷേ തംബ്നെയിൽ കണ്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂസ് ആയിരിക്കും, താല്പര്യമില്ലാത്ത കാര്യം പിന്നെ നമ്മൾ പഠിക്കണം. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ, ഈ പറയുന്ന ചാപ്റ്റർ, ഈ പറയുന്ന മാത്രം ചാപ്റ്ററിന്റെ പ്രത്യേകത അധികം ആൾക്കാർക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ചാപ്റ്റർ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മൈക്രോ എക്കണോമിക്സിൽ തന്നെ ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലെ. കാരണം ഒരുപാട് ഇക്വേഷൻസും കാര്യങ്ങളും ഗ്രാഫുകളൊക്കെ ആയിട്ട് മൈക്രോ എന്നല്ല, ഇതൊരു മാക്രോയിൽ വരുന്ന ടോപ്പിക്കുകളാണുള്ളത്. അപ്പൊ അതുകൊണ്ട് വലിയ താല്പര്യം ആർക്കും ഉണ്ടാവില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ആർക്കും താല്പര്യമില്ലാത്ത ഈ ചോദ്യങ്ങളാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് നമ്മുടെ A+ നിർണ്ണയിക്കുന്നത്. കാരണം പരീക്ഷയ്ക്ക് നമുക്ക് വരാൻ പോകുന്ന ഒരു 4 മാർക്കിന്റെ ചോദ്യമെങ്കിലും മിനിമം നമുക്ക് ഈ ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യാം. പ്ലസ് അതിന്റെ കൂടെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന താല്പര്യമില്ലാത്ത ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങളുടെ പഠനം കൃത്യമായ ട്രാക്കിൽ പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ചോദ്യം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ചോദ്യം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2024 നിങ്ങൾക്ക് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ വേണ്ട, വളരെ സിമ്പിൾ ആണ് നമുക്ക്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര ടഫായിട്ട് തോന്നാൻ കാരണം എന്താ? ചോദ്യം ഒന്ന് വായിച്ചു നോക്കി. ഫൈൻഡ് ദ ഇക്വിലിബ്രിയം ഇൻകം. ഇക്വിലിബ്രിയം ഇൻകം കണ്ടെത്താനാണ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. താഴെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഇക്വിലിബ്രിയം ഇൻകം കണ്ടെത്തണം. ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ അഥവാ A ബാർ എന്ന് പറയുന്നത് 90 കോടിയാണെന്നും MPC 80% തന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു കണ്ടന്റ് മാത്രം അവിടെ തന്നിട്ടുള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. 4 മാർക്കാണ് ഈ ക്വസ്റ്റ്യൻ അടിച്ചെടുക്കാൻ പറ്റുന്നത്. ഇനി ആ ചോദ്യമല്ല നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമല്ല എങ്കിൽ പോലും ആ ചാപ്റ്റർ തന്നെയാണ് ഓർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഹൗ ദ ഇക്വിലിബ്രിയം ഇൻകം ഈസ് ഡിറ്റർമൈൻഡ് ഇൻ ആൻ എക്കോണമി. ഒരു എക്കോണമിയിൽ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യാറുള്ളത്? ഒരു ഡയഗ്രത്തിന്റെ സഹായത്തോടു കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി മലയാളത്തിൽ നമുക്ക് പറഞ്ഞു നോക്കാം. സംഗതി ഇത്രേ ഉള്ളൂ. ചുവടെ കൊടുത്തിരുന്ന വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സന്തുലിത വരുമാനം, ഈ സന്തുലിത വരുമാനത്തെ നമ്മൾ എന്ത് ചെയ്യും? Y എന്ന് പറയാറുണ്ട് അല്ലെ. ഒരു എക്കോണമിയുടെ വരുമാനത്തെ Y എന്ന് പറയാറുണ്ട്. അപ്പോൾ Y കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓട്ടോണമസ് ചെലവ് അഥവാ നമുക്കറിയാം A ബാർ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി MPC ഇത്ര 80% തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതിനൊരു വഴിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എന്താണ് ഒരു എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മെയിനായിട്ട് വരുന്നത് ഇക്വിലിബ്രിയം ഇൻകം കാണാനുള്ള ഇക്വേഷനാണ്. ഒരു എക്കോണമിയിലെ മെയിൻ ആയിട്ടുള്ള എക്കോണമിയിലെ ആൾക്കാരായിരിക്കാം. ഒന്ന് കൺസംഷൻ വരുന്ന ആൾക്കാരുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് വരുന്നവരുണ്ട്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ വരുന്നവരുണ്ട്, അതുപോലെ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇത്രയൊന്നും പഠിക്കാനില്ല. നമുക്ക് ആകെ മാത്രമേ പഠിക്കാനുള്ളൂ. ഈ ഗവൺമെന്റും പഠിക്കാനില്ല, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ഒന്നും പഠിക്കാനില്ല. നമുക്ക് ആകെ പഠിക്കാനുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന കൺസ്യൂമേഴ്സിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഫേംസിനെ കുറിച്ചും മാത്രമാണ്. അപ്പോൾ കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ നമുക്ക് നോക്കാനല്ലേ. പക്ഷെ അതുകൊണ്ടൊന്നും ഇവിടെ കാര്യമില്ല. ഇവിടെ നമ്മളോട് ചോദിച്ചിരുന്ന ഈ A ബാർ എന്ന് പറയുന്ന ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ C ബാർ പ്ലസ് BY എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇതിലെ C ബാർ എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എന്നാണ് പറയാം അല്ലെ. ഓട്ടോണമസ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് നമ്മൾ പറയാറുണ്ട്. അഥവാ നമ്മുടെ കൈവശം 1 രൂപ പോലും ഇല്ലെങ്കിൽ പോലും നമ്മുടെ കൈവശം ഉണ്ടാവേണ്ട ചെലവാണ്. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ ജനിച്ച് ഇത്രയും കാലം ജീവിച്ച സമയത്ത് നിങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ചിലവുണ്ടാവും. ഡ്രസ്സ് വേണം, യൂണിഫോം വേണം, സ്കൂളിലേക്ക് പോകണം, പഠിക്കാൻ പോകണം, അതിനൊക്കെ ഒരുപാട് കാര്യത്തിൻ്റെ ചിലവുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൺസംഷൻ എന്ത് ചെയ്യുന്നില്ല? ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അയാളുടെ കൺസംഷൻ എന്താവില്ല? ഒരിക്കലും 0 ആയിട്ട് മാറില്ല. ഒരിക്കലും 0 ആയിട്ട് മാറില്ല. പക്ഷെ അയാളുടെ ഇൻകം എന്താവാം? അത് 0 ആവാം. അപ്പോൾ എന്താണ് ഓട്ടോണമസ് കൺസംഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്വയംഭാരിത ചെലവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വയംഭാരിത ഈ പറഞ്ഞിരിക്കുന്ന ഉപഭോഗ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ഇത്രേ ഉള്ളൂ. ഒരു വ്യക്തിക്ക് അയാളുടെ ഇൻകം 0 ആവുന്ന സമയത്ത് പോലും ഉണ്ടാകുന്ന ചെലവുകൾക്ക്, അഥവാ ഇറ്റ്സ് എ ഇൻകം വെൻ കൺസ്യൂമർ ഇറ്റ്സ് എ കൺസംഷൻ വെൻ കൺസ്യൂമർ ഇൻകം ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ വരുമാനം 0 വരുമാനം 0 ആകുന്ന അവസ്ഥയിൽ അയാൾക്ക് ഉണ്ടാകുന്ന ചെലവുകൾ ഉണ്ടാവും അല്ലെ. ഇത് നമ്മൾ ഗ്രാഫിൽ വരച്ച് പഠിച്ചിട്ടുള്ളതാ ഇങ്ങനെയാണ്. കൺസംഷൻ കർവ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ടതാ ഈ പറയുന്ന ഇത്രയും ഭാഗമാണ് നമ്മുടെ C ബാർ വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈവശം 0 ഇൻകം ആണെങ്കിൽ പോലും നമുക്ക് ഉണ്ടാകുന്ന ചെലവുകളാണ് കാണിക്കാറുള്ളത്. അപ്പോൾ C ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ്. ഇതിനാണ് നമ്മൾ ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് I എന്ന് പറഞ്ഞാൽ ആക്ച്വലി എക്കോണമിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഗവൺമെന്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ A ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, A ബാർ എന്ന് പറഞ്ഞാൽ ശരിക്കും C ബാർ പ്ലസ് I ബാർ എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോം ആണ് ആക്ച്വലി A ബാർ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. A ബാർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബാക്കി ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇത്. നിങ്ങൾ പഠിച്ചുക, ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചുക. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് മാറി മാറി ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. Y ഇൻകം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. A ബാർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ A എന്നോ A ബാർ എന്നോ കൊടുക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. 1 മൈനസ് C എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ MPC ആണ്. അപ്പോൾ MPC നമുക്ക് നിലവിൽ തന്നിട്ടുള്ള MPC ഈസ് ഈക്വൽ ടു
80% എന്നാണ് തന്നിട്ടുള്ളത്. അതിന് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡെസിമൽ നമ്പേഴ്സിലേക്ക് മാറ്റുമ്പോൾ എന്തായി മാറും? നമ്മുടെ MPC എന്ന് പറഞ്ഞ 0.8 എന്നായി മാറും. ഓക്കെ, 0.8 എന്നായി മാറും. ഈ വാല്യൂസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എ ബാർ നമുക്ക് തന്നിട്ടുണ്ട്. എ ബാർ എന്ന് പറഞ്ഞാൽ 90 കോടിയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 90 കോടി ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.8 എന്നാണ് നമ്മുടെ ഉത്തരം. 90 കോടി ഡിവൈഡ് ബൈ 1 നിന്നും 0.8 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 0.2 ആണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ 90 ഡിവൈഡ് ബൈ 2 ആണ് നമ്മൾ ചെയ്യേണ്ടത്. എത്ര കിട്ടും? 45 കിട്ടും. യഥാക്രമം ഇതിന് ഉത്തരം എത്ര വരിക? 450 കോടി എന്നാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ എക്കോണമിയിലെ വരുമാനം, ഓക്കെ, നമ്മുടെ എക്കോണമിയിലെ ഇക്വിലിബ്രിയം ഇൻകം എത്രയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ വൈ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം കിട്ടി 450 കോടിയാണ്. എത്രയാണ്? 450 കോടി. ഈ 2 സ്റ്റെപ്പ് എഴുതുന്നതിന് മാത്രമായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 4 മാർക്ക് കിട്ടുന്നത്. അപ്പോൾ ചോദ്യം നോക്കി, നമ്മളോട് പറഞ്ഞത് ഇക്വിലിബ്രിയം ഇൻകം കണ്ടെത്താൻ വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ കണ്ടെത്തി 450 കോടിയാണെന്ന് കണ്ടെത്തി. എത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? ഇനി ഇതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ കണ്ടല്ലോ. ഈ പറഞ്ഞ ഇക്വിലിബ്രിയം ഇൻകം കണ്ടെത്താനല്ല പറഞ്ഞത്, അതിന് ഗ്രാഫിക്കലി ഡിറ്റർമൈൻ ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് ഞാൻ കാണിച്ചു തന്നേക്കോളൂ. ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇക്വിലിബ്രിയം ഇൻകം എങ്ങനെയാണ് തീരുമാനിക്കുക എന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എക്സും വൈയും വരയ്ക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഈ പറഞ്ഞ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് നിങ്ങൾ വരയ്ക്കുക. പേര് കൊടുക്കുക. എന്താണ് പേര്? y = AS എന്ന് പേര് കൊടുക്കുക. ദെൻ അതിനെ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് കൂടി നിങ്ങൾ വരയ്ക്കുക. അതിന് നമുക്ക് പേര് കൊടുക്കാം. എന്താണ് പേര്? ആഗ്രിഗേറ്റ് ഡിമാൻഡ്. ആഗ്രിഗേറ്റ് ഡിമാൻഡ് 2 സെക്ടർ എക്കോണമി നമുക്ക് പഠിക്കാനുള്ളൂ. അതുകൊണ്ട് കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കൊടുത്താൽ മതി. ഇത് രണ്ടും കൂട്ടിമുട്ടിയ പോയിന്റ് ഉണ്ടല്ലോ, ഈ കൂട്ടിമുട്ടിയ പോയിന്റ് തൊട്ട് താഴത്തേക്ക് നമ്മൾ ഡോട്ട് ഇട്ട് വരക്കുന്നു. ആ ഡോട്ട് ഇട്ട് വരക്കുന്നു, തൊട്ട് താഴെ നമ്മൾ എഴുതിയേക്കുന്നു. അതാണ് നമ്മുടെ ഇക്വിലിബ്രിയം ഇൻകം. ഇക്വിലിബ്രിയം ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ y സ്റ്റാർ കൊടുക്കുന്നു. ഇക്വിലിബ്രിയം ആണെന്ന് അറിയാൻ വേണ്ടി E എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കുന്നു. അപ്പോൾ ആക്ച്വലി ഇക്വിലിബ്രിയം ഇൻകം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. y സ്റ്റാർ നമുക്കിവിടെ കിട്ടിയത്രയാണ് 450 കോടിയാണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ്. ഇക്വിലിബ്രിയം ഇൻകം കണ്ടെത്താൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രാഫിക്കൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ചിത്രം വരച്ചു വെക്കാൻ വേണ്ടത്, എന്നിട്ട് ഓരോന്നിനും എന്താ കാണിക്കുന്നത് നിങ്ങൾ കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആഗ്രിഗേറ്റ് ഇൻകം, നമ്മുടെ എക്കോണമിയിലെ ഇൻകം ലെവലാണ് ഈ പറഞ്ഞിരിക്കുന്ന എക്സിൽ കാണിക്കുന്നത്. എന്നാൽ വൈയിൽ കാണിക്കുന്നത് എന്താ? അവിടെ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കാണിക്കും, ആഗ്രിഗേറ്റ് സപ്ലൈയും കാണിക്കുന്നുണ്ട്. ഇത്രയും കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. കാരണം പരീക്ഷയ്ക്ക് മാറി മാറി ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗമാണ്, ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റിയൊരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു എക്കോണമിയുടെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻ എന്താണ്? ആഗ്രിഗേറ്റ് ഡിമാൻഡും ആഗ്രിഗേറ്റ് സപ്ലൈയും തുല്യമാകുന്ന പോയിന്റാണ്. ആ പോയിന്റ് നമുക്കിവിടെ കിട്ടിയ ചിത്രത്തിൽ E എന്ന് പറയുന്ന പോയിന്റിലാണ് തുല്യമാകുന്നത്. ആ സമയത്തെ ഇൻകം നമുക്ക് കണ്ടുപിടിക്കാം. അതിനുള്ള ഇക്വേഷൻ എന്താ? ആ സമയത്തെ ഇൻകമാണ് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ 1 മൈനസ് MPC എന്നാണ് നമ്മളോട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 2 ഇക്വേഷൻസിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. പരീക്ഷയ്ക്ക് ഇത് തിരിച്ചും മറിച്ചും ചോദ്യം വരും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ക്വസ്റ്റ്യനിൽ നമുക്ക് വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ടാവും. നോക്കി, നിങ്ങളുടെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടാവും. ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൂടെ കാണാം അല്ലേ? 90 കോടിയാണ് ഒരാളുടെ ആഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ തന്നു. MPC 80%. അത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? MPC എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതിയത്? MPC = 0.8 എന്ന് ഡെസിമൽ നമ്പറിലേക്ക് എഴുതി. എങ്ങനെ ഡെസിമൽ നമ്പറിലേക്ക് മാറ്റാം? സിമ്പിളാണ്, നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ 80 ഡിവൈഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്കിവിടെ ഡെസിമൽ നമ്പർ കിട്ടും, 0.8 എന്ന് കിട്ടും. ഇനി ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ MPC എന്ന് പറഞ്ഞത്, നമുക്ക് തന്നിരിക്കുന്ന MPC എന്ന് പറയുന്നത് ഒരു 75% ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ 75% വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 75 ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി. നമ്മൾ ഉത്തരത്തിൽ വരിക 0.75 എന്ന് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ MPCയെ ഡെസിമൽ നമ്പറിലേക്ക് മാറ്റാൻ എളുപ്പമാണ്. നിങ്ങൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടാ. നിങ്ങൾ ഇതിൻ്റെ ഉത്തരം ചെയ്തിട്ട് തൊട്ട് താഴെ കമൻറ്റ് ചെയ്യണ്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇനി എന്താണോ കണ്ടന്റ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് എന്താ വീഡിയോ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നമുക്ക് ആ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് വെറും കൺസംഷൻ അല്ല. നമ്മുടെ ഇക്വേഷൻ കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C = C ബാർ പ്ലസ് BY എന്നാണ് തന്നിട്ടുള്ളത്. ഇതിലെ C ബാറിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. C ബാർ എന്ന് പറയുന്നതിനാണ് 200 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ C ബാർ എന്ന് പറഞ്ഞാൽ 200 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് നമുക്കറിയാം എന്താണ്? I ബാർ എന്നാണ് അല്ലേ? അപ്പോൾ I ബാർ തന്നിട്ടുണ്ട്. എത്രയാണ്? I ബാർ 50 ആണ് തന്നിട്ടുണ്ട്. MPC ഓൾറെഡി നമുക്ക് ഇവിടെ തന്നു 0.6 ആണ് തന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞത് ഇക്വിലിബ്രിയം ഇൻകം എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമ്മുടെ ഇക്വേഷൻ ഇത് യൂസ് ചെയ്താൽ മതി. എന്താണ്? y = A ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് MPC ചെയ്താൽ മതി. A ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞത് എന്താ ചെയ്യേണ്ടത്? C ബാർ പ്ലസ് I ബാർ ചെയ്താൽ മാത്രം മതി അല്ലേ? രണ്ടും കൂട്ടി ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും കിട്ടാതിരിക്കില്ല. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? എൻ്റെ മക്കൾ ഈ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം തൊട്ട് താഴെ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും പുതിയ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ എന്ന് പറയുന്നതിന് മുമ്പ്
ഇനി നിങ്ങൾ പറ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇത് ബോറിംഗ് ആണോ, ഈ ചാപ്റ്റർ ബോറിംഗ് ആണോ അല്ലെന്നും കൂടി കമൻറ്റ് ചെയ്യണ്ടോ. അപ്പം മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.